ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ വിച്ചു. ഞാൻ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പണ്ട് കാലത്തൊരു വിഭവമാണ് പൊരുവളങ്കായ എന്നൊക്കെ പറയും കേട്ടോ. ചിലർ അരിയുണ്ടെന്ന് പറയും, പക്ഷേ അരിയുണ്ട ഇതല്ല, അത് പൊരുവളങ്കായ തന്നെയാണ്. വേറെ നാട്ടിൽ വേറെ എന്തെങ്കിലും പേര് പറയുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ പണ്ടുള്ള മുത്തശ്ശിമാരൊക്കെ ഉണ്ടാക്കി തരികയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ആ ഒരു ടേസ്റ്റ് ഒന്നും കിട്ടിയില്ലെങ്കിലും ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് കുറേ നാളത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് പുഴുങ്ങലരി എടുക്കാം, ഏത് പുഴുങ്ങലരി വേണമെങ്കിലും എടുക്കാം. ഈ ഒരു ബ്രൗണിഷ് ആവുന്ന രീതിയിൽ നമുക്ക് വറുത്തെടുക്കണം. അത് കഴിഞ്ഞിട്ടൊരു 1/4 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. നമുക്ക് പുഴുങ്ങലരി കൂടുതലും പച്ചരി കമ്മിയായിട്ടാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അതും ഒരു കളർ ചേഞ്ച് ആവുന്ന രീതിയിൽ നമുക്ക് വറുത്തെടുക്കാം. അതിന് ശേഷം നമുക്ക് ചെറുപയർ വേണം. ചെറുപയറും അതേപോലെ ഒരു ബ്രൗണിഷ് ആവുന്ന രീതിയിൽ വറുത്തെടുക്കാം കേട്ടോ. ഈ ഒരു കളർ ചേഞ്ച് വരണം. എന്നിട്ട് മൂന്നും കൂടെ ചൂടാറാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതിനകത്ത് ഞാൻ കുറച്ച് ചുക്കും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ചുക്ക് ഇഷ്ടമല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. എന്നിട്ട് തേങ്ങാക്കൊത്ത് ഇതുപോലെ അങ്ങ് മുറിച്ച് വയ്ക്കണം. എന്നിട്ട് നെയ്യിലിട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ അത് ആകുന്ന രീതിയിൽ നന്നായിട്ട് അങ്ങോട്ട് വഴറ്റിയെടുത്തിട്ട് അത് കുറച്ച് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കണം. ഒട്ടും വെള്ളം പോലും ചേർക്കാതെ വെള്ളം മാത്രം നമുക്ക് ഈ ഒരു രീതിക്ക് വരണം. ഇതിന്നും കൂടുതൽ നമുക്ക് പാനീയം കുറുക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടെമ്പറായിട്ട് കിട്ടും, നല്ല ബലം ഉണ്ടാവും. ഞാനിവിടെ കുഞ്ഞിനൊക്കെ കൊടുക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് കുറച്ച് സോഫ്റ്റുള്ള രീതിയിലേക്കാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഭയങ്കര ടെമ്പറായിട്ട് ഉണ്ടാക്കിയാൽ കടിച്ചാൽ പൊട്ടാത്ത രീതിയിലാവും. അതേപോലെ തന്നെ ആ പാനീയം ചൂടോടെ തന്നെ നമ്മൾ പിടിച്ചു എന്ന് വെച്ചാൽ കുറച്ചും കൂടി ടെമ്പറാവും. ഞാൻ കുറച്ച് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ ഉരുണ്ട പിടിക്കുന്നത് കേട്ടോ. എന്നിട്ട് കുറച്ച് മാവ് ഇതുപോലെ മാറ്റി വെച്ചിട്ട് അതിലിങ്ങനെ മുക്കിയെടുക്കണം. അപ്പോൾ ഈ ഒരു പൊരുവളങ്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നമുക്ക് ഒരുപാട് നാൾ സ്റ്റോറൊക്കെ ചെയ്ത് വെക്കാൻ പറ്റും. കണ്ടോ, ഈ ഒരു മെത്തേഡിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.